പ്രിയ സഹോദരങ്ങളെ, ഇറാന് ഇസ്രായേൽ നടത്തിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണത്തിൽ കുറേ ആളുകൾ രണ്ട് വിഭാഗത്തിലും പരിക്ക് പറ്റിയതും അതുപോലെ തന്നെ അവിടെയുള്ള അപകടങ്ങൾ ഒക്കെ തുറന്നു കാട്ടിയ മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ, മറുനാടൻ മലയാളി, എന്നാൽ ഇവർ ഈ പറഞ്ഞതിനെ പ്രതി ഇവിടെ മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ജാമിദയും കൂട്ടരും രംഗത്ത് വന്നിട്ടുണ്ട്. റീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഫ്രാൻസിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ, ഇതിവിടെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ചെയ്തതുപോലെ തോന്നും ഇവർ പറയുന്ന കേട്ടാൽ. എന്നതുപോലെ ഈ ജാമിദൊക്കെ പറയാണ്, യഹിയ സിൻവാറിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചവർ എന്നപോലെ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ എന്ന് പറയുന്ന ഈ വിവരമില്ലാത്ത ഇവരോട് പറയാനുള്ളത്. എന്നതുപോലെ ബില്ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്നതുപോലെ കുറേ ആളുകൾ അവിടെ യുദ്ധത്തിൽ മരിച്ചു ഷഹീദായി എന്ന മുസ്ലിമീങ്ങൾ പറയുന്നത്, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്ന തള്ളുമ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളായ പഠിച്ച ഞങ്ങൾക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിലുള്ള ഷഹീദ് ആണെങ്കിൽ അവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരെ കുളിപ്പിക്കാനും പാടില്ല, മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല, അങ്ങനെ മറ ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പഠിച്ച ഇസ്ലാം ഏതാണെന്ന് അറിയില്ല. ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് ഇവിടെ പോലത്തവരായിരിക്കും. കാരണം ഇവളാണല്ലോ മുമ്പ് ജുമാക്ക് നേതൃത്വം നൽകിയാണ്ട് ഇമാമക്കുന്നത്. അതൊന്നും ഇസ്ലാമിൽ പാടില്ലാത്തത്. അപ്പോൾ ഇവർ മയ്യത്ത് നിസ്കരിച്ചതിനെ ഇവിടെ മുസ്ലിമീങ്ങളുടെ മേൽ മൊത്തത്തിൽ വെച്ച് കെട്ടിയിട്ട് കണ്ട മുസ്ലിമീങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് ഓര് മരിച്ചതിനെന്താണ് ഇവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് എല്ലാ പള്ളികളിലും മയ്യത്ത് നിസ്കാരം നടന്നു എന്ന രൂപത്തിൽ ഇവിടെയുള്ള സഹോദര സമൂഹങ്ങളെ വർഗീയത കുത്തിപ്പരത്തിയിട്ട് അതിലേക്ക് തള്ളിവിട്ടിട്ട് ഇവള് ഒന്നും അറിയില്ല എന്ന നിലക്ക് കൈ കഴുകിക്കാണ്ട്, കാരണം ഇവള് മതത്തിൻ്റെ ആളല്ലല്ലോ, എല്ലാ മതത്തിനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ആടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന ചെന്നായിയെ പോലെ പ്രവർത്തിക്കുന്നവരാണ് ഇവർ. ഒരു മതത്തിൻ്റെ ആൾക്കാരും ഇവരോട് ആനുകൂല്യം കാണിക്കുന്നില്ല. ഇവിടെ എന്താണ് വർഗീയത പറയുമ്പോൾ അത് ഇസ്ലാമിനെതിരാകുമ്പോൾ, ഒരു മതത്തിനെതിരാകുമ്പോൾ മതത്തിനോട് വലിയ കഠിനമായ ദേഷ്യമുള്ള ആളുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും, അവർക്ക് ലൈക്ക് ചെയ്യുമെന്നല്ലാതെ ഇവിടെയുള്ള സാധാരണ ഒരു മതവിശ്വാസികളും ഇവരെ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കണില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ മതത്തിനെയാണ് ഇവരെ എതിർക്കുന്നത്. അവസാന യുക്തിവാദത്തിലേക്ക്